ബിജെപിയുടെ നേതാവ് പ്രശാന്ത് ശിവൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. പ്രശാന്ത്, ഗുരുതരമായ ആരോപണമാണ് ഈ കോൺഗ്രസ് നേതാവിനെതിരെ ഉന്നയിക്കപ്പെട്ടത്. മാത്രമല്ല, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഷാഫി പറമ്പിലിന്റെയും ഒപ്പം വി കെ ശ്രീകണ്ഠൻ MP-യുടെയും പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ വീഡിയോ കോൾ ചെയ്തത് കണ്ടിട്ടുണ്ടെന്നൊക്കെ ഈ യുവതി പറയുന്നുണ്ട്. ഇത് എത്രത്തോളം ഗുരുതരമായ ഒരു ആരോപണമാണ്? ഇത് എങ്ങനെയാണ് BJP കാണുന്നത്? അല്ല, തീർച്ചയായും ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാടിന്റെ MLA-ക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത്. ഇപ്പോ ഇവിടെ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തയിലൂടെ വ്യക്തമാവുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഈ മുന്നണി സംവിധാനം എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി എന്നത് മാറി ഐക്യ ബലാത്സംഗ മുന്നണിയായി തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉള്ള ഒരു അഭയ കേന്ദ്രമായിട്ട് കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ നിരവധിയായ ആളുകൾ പരാതി നൽകിയിട്ടും അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിട്ടില്ല. അതേ പാത തന്നെയാണ് യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്ന രീതിയിൽ എങ്ങനെയാണോ MLA ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടി ഇതുപോലുള്ളവർക്കെതിരെ നടപടിയെടുക്കാത്തത് അവരുടെ നേതൃത്വം ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന ആളുകളായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി പരസ്യമായി മാപ്പ് പറയുവാൻ തയ്യാറാവണം. ഇതുപോലുള്ള സ്ത്രീ പീഡകരായ ആളുകളെ സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസിന്റെ നേതൃത്വം തിരുത്തുവാൻ തയ്യാറാവണം. ഈ തെരഞ്ഞെടുപ്പിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ മറുപടി ഇതിന് ജനം നൽകും. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പ്രക്ഷോഭനെ പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും കൗൺസിലർ സ്ഥാനത്ത് തുടരുകയാണ്. പാർട്ടിക്കകത്ത് കയറ്റാൻ കൊള്ളാത്തവനായതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. പക്ഷേ ഇന്നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ സഹിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് പറയുന്നതിൽ യാതൊരുവിധ യുക്തിയുമില്ല. ഇതിനെ ജനം കോൺഗ്രസിന് മറുപടി പറഞ്ഞേ തീരൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.